Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഒക്കൽ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിൽ അടിക്കടി ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരം. മഴ പെയ്താൽ കരകവിഞ്ഞൊഴുകുന്ന കുണ്ടൂർ തോട്ടിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു. 50-ലേറെ കുടുംബങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതത്തിനാണ് അറുതിയായത്. ചെറിയൊരു മഴ പെയ്താൽ പോലും കുണ്ടൂർ തോട് കരകവിയും. പ്രദേശത്തെ 53ഓളം വീടുകളിലേക്ക് വെള്ളം ഇരച്ചുകയറും. പലർക്കും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ടി വരും. സ്വകാര്യ വ്യക്തികൾ തോടിന്റെ വലിയൊരു ഭാഗം കയ്യേറിയതാണ് നീരൊഴുക്ക് നിലച്ച് തോട് കരകവിയാൻ കാരണമായിരുന്നത്. 2 വർഷം മുമ്പ് താലൂക്ക് സർവേയർ സ്ഥലം അളന്ന് കയ്യേറ്റം കണ്ടെത്തിയിരുന്നു. പ്രദേശവാസികളുടെ നിരന്തര പരാതിയെ തുടർന്ന് ദുരന്ത നിവാരണ നിയമത്തിൽപ്പെടുത്തി തോട് അളന്ന് തിട്ടപ്പെടുത്താൻ ജില്ലാ കളക്ടർ ഉത്തരവിടുകയും ചെയ്തു. തുടർന്ന് ഷാജി കൂട്ടുങ്ങൽ, മോഹനൻ കുഴയൻവേലി എന്നിവർ നടത്തിയ കയ്യേറ്റം ഒഴിപ്പിക്കാൻ പഞ്ചായത്ത് നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ മേൽനോട്ടത്തിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചത്. അതേസമയം പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടി വൈരാഗ്യം തീർക്കൽ എന്ന പേരിൽ തെറ്റിദ്ധാരണ പരത്താൻ കയ്യേറ്റക്കാരും ചില വാർത്താമാധ്യമങ്ങളും ശ്രമിക്കുകയായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം PK സിന്ധു ടീച്ചർ പറയുന്നു. ഒക്കൽ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലൂടെ ഒഴുകുന്ന തോടാണ് ഈ കാണുന്ന കുണ്ടൂർ തോട്. ഈ തോട്ടിലൂടെ ഞാൻ വരുന്ന സമയങ്ങളിൽ തന്നെ ഇവിടെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ഈ തോട്ടിലൂടെ വെള്ളം ഒഴുകുന്ന 2 വ്യക്തികൾ കയ്യേറ്റം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തോട്ടിൽ വെള്ളം ഒഴുകി പോകാനായിട്ട് നിൽക്കുന്നത്. അത് അന്ന് തുടങ്ങിയിട്ട് താലൂക്ക് സർവേയർ ഈ തോട് അളന്ന് കുറ്റിവെച്ച് തരാനായിട്ട് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി പലതവണ റെസൊല്യൂഷൻ പാസ്സാക്കി നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ 2 വർഷം മുമ്പാണ് ഒരു താലൂക്ക് സർവേയർ വന്നു, അളന്ന് പകുതി വരെ അളന്നിട്ട് അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയാണ് ചെയ്തത്. ഈ കയ്യേറ്റക്കാരാണ് അയാളെ സ്ഥലം മാറ്റിയത്. പിന്നീട് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഈ 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്തപ്പോൾ തന്നെ എല്ലാ വീടുകളിലും വെള്ളം കയറി. ഇപ്പോൾ ഇവരെ ഈ 10-40ഓളം കുടുംബങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണത്. വീടുകളിൽ വെള്ളം കയറും, ടോയ്ലറ്റും അതുപോലെ തന്നെ കിണറൊക്കെ ഒരേപോലെ ആവും. പിന്നെ അവർക്ക് വെള്ളം കുടിക്കാനായിട്ടൊക്കെ നമ്മൾ പഞ്ചായത്ത് അറേഞ്ച് ചെയ്യണം. അവരെ നമുക്ക് സ്കൂളിൽ ക്യാമ്പ് തുടങ്ങിയ ക്യാമ്പിലേക്ക് മാറ്റുകയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ 2 ദിവസം വെള്ളം കയറിപ്പോയി അതിൻ്റെ ഭീകരത വളരെയധികം വർദ്ധിച്ചായിട്ട് നമുക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് കമ്മിറ്റി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് തന്നെ ഞങ്ങൾ അടിയന്തരമായി ഇത് അളക്കണമെന്ന് പറഞ്ഞ് താലൂക്ക് സർവേയർ വന്നു. ദുരിതാശ്വാസ നിയമപ്രകാരം തന്നെ ഇത് അളക്കണമെന്ന് വന്നു. താലൂക്ക് സർവേയർ വന്ന് ഒരു ദിവസം വന്ന് അളന്നിട്ട് പിന്നീട് അയാൾ 10 ദിവസം വന്നില്ല. എന്നിട്ട് ഞങ്ങളും ഞങ്ങളുടെ പരിസരവാസികളും നാട്ടുകാരും എല്ലാവരും കൂടി ചെന്ന് നമ്മൾ താലൂക്ക് സർവേയറുടെ അടുത്ത് പോയി അതേപോലെ തന്നെ തഹസീൽദാരുടെ അടുത്ത് നമ്മൾ ഉപരോധിക്കുകയുണ്ടായത്. പോയി എല്ലാവരും കൂടി സംസാരിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ടു. അപ്പോൾ തന്നെ അളക്കാൻ വരാനായിട്ട് ഓർഡർ കൊടുത്തു. അങ്ങനെ വന്ന് 2ാമത് വന്ന് അളന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടായി, ഞങ്ങൾ മെമ്പർമാരെല്ലാവരും ഉണ്ടായി, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നമ്മുടെ ഈ പരിസരവാസികളെല്ലാവരും ഉണ്ടായി. സർവേക്കല്ല് പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് സർവേക്കല്ല് സ്ഥാപിച്ചത്. അങ്ങനെയാണ് കയ്യേറ്റം നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കയ്യേറ്റ ഭൂമി ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ അത് കഴിഞ്ഞ് ഇവരെ ഈ കയ്യേറ്റക്കാർ കേസ് കൊടുത്തു. കാരണം സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് മെമ്പർക്കെതിരായിട്ട് എന്ന് വെച്ചാൽ ഞാനും അതുപോലെ എൻ്റെ ഹസ്ബൻഡ് അതുപോലെ തന്നെ ജോയ് ചേട്ടൻ ഇവിടെ നമ്മുടെ കൂടെയുണ്ട് ജോയ് ചേട്ടൻ, അതോടൊപ്പം തന്നെ ഷിബു അമ്പലത്തുമാലി, അങ്ങനെ ഒരു 6 പേരുടെ പേരിൽ സെക്രട്ടറി അടക്കം ഞങ്ങൾക്ക് 6 പേരുടെ പേരിൽ കേസ് കൊടുക്കാനുണ്ടായത്. അങ്ങനെ കേസ് കൊടുത്ത കേസ് നമ്മൾ സംസാരിച്ചു. അത് കഴിഞ്ഞ ദിവസം കോടതിയിൽ വക്കീൽ സ്റ്റേ ഒക്കെ വെക്കേറ്റ് ചെയ്ത് തന്നു. അങ്ങനെ അന്ന് 4 മണിക്ക് തന്നെ നമ്മളിത് കയ്യേറ്റം പൊളിപ്പിക്കാനായിട്ട് ആരംഭിച്ചു. പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടായി. അങ്ങനെയാണ് കയ്യേറ്റം പൊളിപ്പിച്ചത്. ഇപ്പോൾ ഒരു ചാനലിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ക്ലിയർ വിഷൻ ചാനലിൽ. കാരണം ഞാൻ മുൻ വൈരാഗ്യം തീർക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഫാമിലിയും, അത് തെറ്റായ ഒരു പ്രസ്താവനയാണ് അങ്ങേര് കൊടുത്തിരിക്കുന്നത്. അല്ല, ഇതിൽ എനിക്ക് പറയാനുള്ളത് അങ്ങയുടെ വീട്ടിലെ വേസ്റ്റ് പോലും തോട്ടിലേക്കാണ് ഈ 2 വീട്ടിൽ നിന്നും വിട്ടിരിക്കുന്നത്. അപ്പോൾ വളരെയധികം ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിൽ നടപടികളാണ് ഈ 2 കയ്യേറ്റക്കാരും അപലപിക്കുന്നത്. കൃത്യമായ നിയമ നടപടികളാണ് ഈ വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതി കൈക്കൊണ്ടിട്ടുള്ളത്.
കയ്യേറ്റക്കാർക്ക് പലവട്ടം നോട്ടീസ് നൽകിയെങ്കിലും അവർ കൈപ്പറ്റാൻ തയ്യാറായില്ല. വിളിച്ചു ചേർത്ത യോഗങ്ങളിലൊന്നും അവർ പങ്കെടുത്തുമില്ല. നോട്ടീസ് കൊടുത്തല്ല എന്ന് അവർ ആരോപിച്ചിട്ടുണ്ട്. 20ഓളം നോട്ടീസ് പഞ്ചായത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് സർവകക്ഷി യോഗം തന്നെ നമ്മളിവിടെ വിളിച്ചിരുന്നു. ഈ വ്യക്തികളെ അവിടെ എത്തിയിട്ടില്ല. അതേപോലെ തഹസിൽദാരുടെ പെരുമ്പാവൂർ തഹസിൽദാർ മീറ്റിംഗ് വിളിച്ചപ്പോൾ ആ മീറ്റിങ്ങിലും ഈ 2 വ്യക്തികളും ഹാജരായില്ല. ഇവരിപ്പോൾ ഈ മെമ്പറുടെ മേർക്ക് നിൽക്കുന്ന ആരോപണം തെറ്റാണ്. എന്താ വെച്ചാൽ അവരോട് പല പ്രാവശ്യം നോട്ടീസ് കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല കളക്ട്രേറ്റിൽ വിളിക്കുകയും കളക്ടർ അവർക്ക് നോട്ടീസ് വിടുക, ആ നോട്ടീസൊന്നും കൈപ്പറ്റാതെയും ഞങ്ങൾ ചെന്ന് കളക്ട്രേറ്റിൽ നിൽക്കുമ്പോൾ അവരെ വിളിച്ചിട്ട് അവർ വരാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ എന്താണ് ഇങ്ങനെ അവരൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് എന്താ? അതുകൊണ്ട് അത് പറയുന്ന ആരോപണം തെറ്റാണത്. പിന്നെ എന്തോന്ന് ഇവർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ എത്ര പ്രാവശ്യങ്ങളും ഞങ്ങൾ അവരുടെ വീടുകളിൽ ചെന്ന് ഇവിടെ ശാരദ ടീച്ചറും ബ്ലോക്കിൽ നിന്ന് സാർമാരൊക്കെ വന്നിട്ട് അവരെ വിളിച്ചു വരുത്തുകയും അവരോട് വരാൻ പറയുമ്പോൾ അവർ വരാതിരിക്കുക. അവരെ വീടുകളിൽ ചെന്ന് ഞങ്ങൾ സമയങ്ങളോളം ഇരുന്ന് ഇവർ വരുമെന്നും പറഞ്ഞ് ഈ ടീച്ചറും ബ്ലോക്ക് മെമ്പറൊക്കെ വന്ന് അവിടെ അവരുടെ വീട്ടിൽ ഇരുന്നിട്ട് പോലും അവരൊരു തീരുമാനം എടുക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുന്നത്? തെറ്റായൊരു ആരോപണമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഷിയാസ്, വാർഡ് മെമ്പർ സിന്ധു ടീച്ചർ, പഞ്ചായത്ത് സെക്രട്ടറി, വാർഡ് അംഗങ്ങൾ തുടങ്ങിയവരുടെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കപ്പെട്ടത് എന്നും ഈ ജനകീയ വിഷയത്തെ ദുർവ്യാഖ്യാനം ചെയ്യാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും ഒക്കൽ ജനകീയ സമിതി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. നേരത്തെ പറഞ്ഞിരുന്നതനുസരിച്ചുള്ള ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ കക്ഷി പറയുന്ന വാസ്തവ വിരുദ്ധമായ ഒരു കാര്യമാണ്. ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിക്കെതിരെ ഇത്തരത്തിലുള്ള വാസ്തവമില്ലാത്ത കാര്യങ്ങൾ പറയുകയും ജനങ്ങളോടൊപ്പം നിന്നതിൻ്റെ പേരിൽ അവരെ അപമാനിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചതിൽ അത്യധികം അതിൽ പ്രതിഷേധിക്കുകയാണ്. കാരണം ഇത് റവന്യൂ നടപടികൾ പൂർത്തിയായതിനു ശേഷം ബന്ധപ്പെട്ട പഞ്ചായത്ത് നടത്തിയ വർക്കാണത്. അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭൂമി പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് പൊളിച്ചു നീക്കി അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൊളിച്ചു നീക്കി തോടിൻ്റെ വീതി പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു വർക്ക് നടത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളോടൊപ്പം നിന്ന് ഇവിടെ വെള്ളം കയറിയപ്പോൾ ഞങ്ങളുടെ വീടുകളിൽ അനുഭവിച്ച ദുരിതത്തിലൊക്കെ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ സഹകരിച്ച ഞങ്ങളുടെ മെമ്പർ, ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ പോയപ്പോഴൊക്കെ ഞങ്ങളുടെ ഒപ്പം നിന്ന മെമ്പർക്കെതിരെ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഒരു തെറ്റായ ഒരു പ്രചാരണം നടത്തിയത് അത് വേറെന്തോ ഗൂഢലക്ഷ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈ പറഞ്ഞ കക്ഷിക്ക് ഞങ്ങളോട് ഞങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചോ ഞങ്ങളുടെ വീടുകളുടെ ബുദ്ധിമുട്ടിനെക്കുറിച്ചോ യാതൊരുവിധ പ്രതിബദ്ധതയൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ കക്ഷിയുടെ അടുത്ത് നേരത്തെ തന്നെ പഞ്ചായത്ത് അംഗങ്ങളും കമ്മിറ്റി അംഗങ്ങളും എല്ലാം ചെന്ന് സംസാരിച്ച ഒരു സർവകക്ഷി യോഗം ഈ പറയുന്ന വ്യക്തിയുടെ വീടിൻ്റെ എതിർവശത്തുള്ള ഒരു വീട്ടിൽ സംഘടിപ്പിച്ചപ്പോൾ അങ്ങോട്ട് വന്നിട്ടില്ല. പല പ്രാവശ്യം സംസാരിക്കാൻ ചെന്നിട്ടൊന്നും നടന്നില്ല. അതിൻ്റെ പേരിലാണ് കഴിഞ്ഞ തവണ വെള്ളം കയറി ഞങ്ങളുടെ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ജനപ്രതിനിധികൾ ഞങ്ങളുടെ വീട് സന്ദർശിക്കുകയും തഹസിൽദാരെ നേരിട്ട് വിളിച്ചു വരുത്തുകയും തഹസിൽദാർ ഉടൻ തന്നെ ദുരന്ത നിവാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കളക്ടറുടെ പ്രത്യേകമായ ഉത്തരവോടുകൂടി നടത്തിയ ഈ പ്രവൃത്തി ഇത് ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചതാണ് ഞങ്ങളുടെ മെമ്പറും. കുണ്ടൂർ തോട്ടിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നീക്കം ചെയ്യും. തോട് വൃത്തിയാക്കി നീരൊഴുക്ക് സുഗമമാക്കും. ഇതോടെ വർഷങ്ങളായി പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരമാകുമെന്നും വ്യക്തിഹത്യ നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും വാർഡ് മെമ്പർ PK സിന്ധു ടീച്ചർ അറിയിച്ചു. ഇങ്ങനെ തെറ്റായ വാർത്ത കൊടുക്കുന്ന ചാനലുകൾക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കുവാനാണ് ഞങ്ങൾ ഈ ജനകീയ സമിതിയുടെ തീരുമാനം. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഗുണനിലവാരമുള്ള പാദരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജ്വല്ലേഴ്സ്, അങ്കമാലി.